ചങ്ങളെ നമുക്കൊരു അപ്പം ഉണ്ടാക്കിയാലോ? അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ആകപ്പാടെ വേർത്ത് കുടിച്ചിരിക്കാൻ ഇപ്പൊ ഒരു ബിരിയാണി ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇതേ അടുപ്പത്തിരിക്കണതുള്ളൂ ചിക്കൻ. ഞാനിത് നമ്മുടെ പൈനാപ്പിൾ തക്കാളിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, റോസാപ്പൂ ഒക്കെ ആയിട്ട്. പിള്ളേരെ കൊണ്ട് കൊടുക്കുമ്പോൾ രസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സെറ്റ് ചെയ്താണ്. ഞാൻ തന്നെ സെറ്റ് ചെയ്താ. പിന്നെ നമുക്ക് ഈ അപ്പത്തിന് നാളെ രാവിലെ എന്തായാലും ചിക്കൻ കറി ഉണ്ടാവും. അപ്പൊ ആ ചിക്കൻ കറിയും അപ്പവും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് കള്ളപ്പം എന്ന് പറയും. കള്ളില്ലാതെ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാം. എങ്ങനെയാണെന്നല്ലേ? അപ്പൊ അതിന് അരി ഞാൻ രാവിലെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, കുറച്ച് കൂടുതൽ ചുമന്നുള്ളി, ഇതൊന്നും നമുക്ക് അരച്ചെടുക്കണം. അപ്പൊ ഞാനൊന്ന് അരിഞ്ഞിരട്ടെ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിന്റെ കൂടെ നമുക്ക് ഗ്രീൻ ബീൻസ് കറിയോ ഉരുളക്കിഴങ്ങ് കറിയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ മുട്ടക്കറിയോ ചിക്കനോ ബീഫോ ഏത് കറിക്കും, സാമ്പാറിന്റെ കൂടെയോ ഏത് കറിക്കും നമുക്ക് ഈ അപ്പം കഴിക്കാട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പമാണ്. ഇപ്പൊ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ചായയുടെ കൂടെ. അപ്പൊ ഞാൻ അതിലേക്ക് ഇതേ കുറച്ച് ചുമന്നുള്ളി, കുറച്ച് കൂടുതൽ ചുമന്നുള്ളി വെളുത്തുള്ളി ഇട്ടോളൂ കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ ജീരകം, പെരുംജീരകമല്ല, നമ്മുടെ സാധാരണ ചെറിയ ജീരകം, അതൊരു ആവശ്യത്തിന് അതോടെ ഇട്ട് കൊടുക്കണം. പിന്നെ പഞ്ചസാര നമുക്ക് ഏകദേശം ഈ ഒരു അളവിൽ അത്യാവശ്യം വരുന്ന രീതിക്ക് മധുരം വരുന്ന പോലെ ഇട്ട് കൊടുക്കുക. കാരണം ഇച്ചിരി കൂടുതൽ ഇടണം പഞ്ചസാര. എന്താണെന്നറിയാമോ? ഇത് പുളിക്കും. പുളി വന്നു കഴിയുമ്പോൾ മധുരം കൂടുതൽ നിൽക്കാൻ പാടില്ല, എന്നാൽ കുറഞ്ഞു നിൽക്കാൻ പാടില്ല. ഒരു മീഡിയം മധുരം, ചെറിയൊരു മധുരം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതിനകത്ത് ഈസ്റ്റ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, സോഡാപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കേണ്ടവർക്ക് ചേർക്കാം, പുളിച്ചില്ലെങ്കിൽ. സാധാരണ ഞാൻ എന്തുണ്ടാക്കിയാലും ഞാൻ ഈസ്റ്റോ അങ്ങനത്തെ സോഡാപ്പൊടി ഒന്നും ചേർക്കാറില്ല. അല്ല, ഞാൻ ഇതിനെ കൈ കൊണ്ട് ഇളക്കി വെക്കുമ്പോൾ, എന്റെ കൈ കൊണ്ട് പെട്ടെന്ന് ഇളക്കി വെക്കുമ്പോൾ പെട്ടെന്ന് നല്ലപോലെ പുളിക്കാറുണ്ട് കേട്ടോ. ചില ആൾക്കാർ പറഞ്ഞേക്കെ ഞാൻ എന്തോ ഇളക്കി വെച്ചാലും പുളിക്കാറില്ല. പക്ഷെ ഞാനിപ്പോ ഇഡ്ഡലി മാവാണെങ്കിലും ഇതാണെങ്കിലും ഉണ്ടാക്കി വെച്ച് പെട്ടെന്ന് നല്ലപോലെ പുളിച്ച് പൊന്തും. എങ്ങനെ പൊന്തും? എടുത്ത സാധനങ്ങൾ നമ്മൾ എടുത്തെടുത്ത് വെക്കാം. ഇതെന്റെ അമ്മായിമ്മ പഠിപ്പിച്ചതാ. എല്ലാ സാധനങ്ങളും എടുക്കുന്ന എവിടെയാണോ എടുത്തിട്ട് തന്നെ വെക്കണമെന്ന്. അപ്പൊ നമുക്ക് മിക്സി എടുക്കാം. ഓക്കെ, ഇങ്ങോട്ട് മിക്സി എടുക്കാം. മിക്സിയുടെ ജാർ എടുക്കാം, കഴുകാം. അപ്പൊ നമ്മളിത് തേങ്ങയും ജീരകമൊക്കെ കൂടി നമ്മൾ ഒരു സെക്ഷൻ അരച്ചു കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. നല്ല മഷി പോലെ അരക്കണം കേട്ടോ. ഇത്രയും മതി, ഇത് മതി. ഇനി നമുക്ക് ബാക്കി തേങ്ങയും, പിന്നെ ഇതിന് നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കുറച്ച് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും കൂടി കൂട്ടി അരയ്ക്കാം. ചോറ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലിങ്ങനെ ചോറ് രാവിലെ തിളപ്പിച്ച് വെക്കും. പക്ഷെ നമുക്ക് രാത്രി ഒരു 10 മണി വരെ ഏകദേശം ഇത് നല്ല ഉണ്ടാവും. രാവിലെ തിളപ്പിച്ച് വെച്ച് ഇപ്പോഴും അതിന്റെ ചൂട് കണ്ടോ? ഇത് നല്ല ചൂടുണ്ടാവും കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം കഞ്ഞിവെള്ളം കുടിക്കാൻ. അപ്പൊ നല്ല ചൂടായിട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പൊ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഊറ്റിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് നല്ല ചൂടായിട്ട് ചോറ് എപ്പോഴും കഴിക്കാം. അപ്പൊ ഇതിന് കുറച്ച് ചൂട് ചോറാണേ. കുറച്ച് ചോറൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ചോറ്. ഞാൻ ചൂടിയോറൊക്കെ അരച്ചിടാറുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് തണുത്തിട്ടൊക്കെ അരച്ചിട്ടാൽ മതി. ഞാൻ ചൂടോടെയൊക്കെ തന്നെ അരയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ കൈ കൊണ്ടൊക്കെ അരച്ച് വെക്കുമ്പോൾ പിടിച്ചു പൊങ്ങാറുണ്ട്. നിങ്ങൾ തണുത്ത ചോറ് എടുത്താലും കുഴപ്പമില്ല, ചൂട് ചോറ് എടുത്താലും കുഴപ്പമില്ല. അപ്പൊ ലാസ്റ്റ് നമ്മുടെ അരി നമ്മൾ അരച്ചു കേട്ടോ. ഇത് അതിലേക്ക് ഒഴിക്കുക. നമ്മൾ അരി അരച്ച് വെക്കുമ്പോഴല്ലോ കുറച്ച് നിറച്ച് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഇതിങ്ങനെ എന്തായാലും പൊന്തി, സാധാരണ എന്റെയൊക്കെ വെളിയിൽ പോവാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ പൊന്തി വെളിയിൽ പോകും. അപ്പൊ അതുപോലുള്ള പാത്രങ്ങൾ എടുക്കാൻ നോക്കണേ. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇളക്കി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഈ ഒരു പരിവാണ് കേട്ടോ.
ഈ നാളത്തേന് ഇത് ഒന്നുകൂടെ കുറുകി സെറ്റാവും. പിന്നെ ഉപ്പ് നാളെ രാവിലെ ഇട്ടാൽ മതി. നമ്മള് അപ്പം ഉണ്ടാക്കാറാവുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇപ്പൊ ഇട്ടിട്ട് വേണമെങ്കിലും ആക്കി വെക്കാം, അതും കുഴപ്പമില്ല. പിന്നെ നാളെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ നാളെ രാവിലെ ഞാൻ ഇടാം. ഞാൻ ആകപ്പാടെ ഇപ്പം മടുത്ത് കിളി പോയിട്ടിരിക്കുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ മുത്തുമണീസ്. അപ്പോൾ നമ്മുടെ മാവ് ഇതായി പൊളിച്ച് പൊന്തി. ഞാനിത് രാവിലെ ഉണ്ടാക്കി കൊച്ചുങ്ങളൊക്കെ കൊടുത്തു. അതിന്റെ ബാക്കി മാവാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ എൻ്റെ അമ്മൂമ്മയുടെ ബ്ലൗസാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് തകരാറുകളൊക്കെ സംഭവിച്ച ഇതാക്കിയായിരുന്നു. ഞാൻ കുറച്ച് അതിന് സംഭവം ഒന്ന് വിപുലീകരിച്ചു. ഞാൻ തന്നെ ഷേപ്പൊക്കെ ചെയ്ത് ഞാൻ തന്നെ എടുത്തതാണ്. കുറച്ച് ലൂസൊക്കെ ആയിരുന്നു. പഴയ മോഡല് ബ്ലൗസും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂം? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് എന്തായാലും അപ്പം ഉണ്ടാക്കാം. നമ്മുടെ കള്ളില്ലാത്ത കള്ള. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണോട്ടോ, നല്ല ടേസ്റ്റാണേ. രാവിലെ എഴുന്നേറ്റ് പൊളിച്ചപ്പോൾ തന്നെ ഞാനിത് ഇത്ര അത്യാവശ്യം പൊങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇത് നോക്കി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്ല് ചൂടായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരെണ്ണം ചുട്ടെടുക്കാം. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുടുന്നതാണ്. ഞങ്ങളിത് ചുട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അത് അച്ഛനും അമ്മേനെ വിളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകണം. ഇവിടെ കാല് വയ്യാതിരിക്കുക എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിന് അമ്മനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവാം. കുപ്പിവളക്കിന് കേട്ടോ, കുപ്പിവളക്കിനുകിനുകിനുങ്ങണല്ലോ. അപ്പൊ നമ്മൾ അപ്പത്തിന് നമുക്ക് കറി നല്ല മുട്ടക്കറിയാണ് ഞാൻ വെച്ചത്. മുട്ടയൊക്കെ തീരാറായി. ഒരു 3-4 മുട്ടയും കൂടെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു 3-4 മുട്ട ഞാൻ വെച്ചേക്കുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയും വരുമല്ലോ. അപ്പോൾ അവർക്ക് ചൂടോടെ അപ്പം ഉണ്ടാക്കി കൊടുക്കാം, മുട്ടക്കറിയും കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല മുട്ടക്കറി രാവിലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അപ്പത്തിൻ്റെ സ്പെഷ്യൽ. നമ്മുടെ കറി നമ്മുടെ കല്ല് ഇത് ചൂടായിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ദോശക്കല്ലൊക്കെ ഇവിടുത്തെ സകല സാധനങ്ങളും ഇവിടെ ഇരുന്നതാണ്. നമ്മുടെ ഈ ഫുൾ ഫർണിഷ്ഡ് വീടാണ് നമ്മൾ എടുത്തേക്കുന്ന വാടകയ്ക്ക്. അപ്പം ഇതെല്ലാ സംഭവങ്ങളും ഇവിടെ ഇരുന്നതാണ്. പാത്രവും കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം ഇവരുടെ തന്നെ സാധനങ്ങളാണ്. നമ്മളോട് ഇതെല്ലാം ഉപയോഗിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഉപയോഗിക്കുന്നു. എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. കുറച്ച് സാധനങ്ങൾ കുറേയൊക്കെ നശിച്ചൊക്കെ പോയി. പുതിയ വീട് വെക്കാൻ വേണം എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുവരെ ഇങ്ങനെയൊക്കെ ഒന്ന് പോട്ടെ അല്ലേ. നമ്മുടെ അപ്പം വെന്തെടുത്താലോ? വാ, ഇത് ഇങ്ങനെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അത് മറിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. അഥവാ പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടിട്ട് അപ്പുറത്തപ്പുറത്ത് മൊരിച്ചെടുക്കുവാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ അപ്പത്തിൻ്റെ റെസിപ്പി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതാ രാവിലെയോ വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള. ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയോ മുട്ടയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചിക്കൻ കറിയൊക്കെയാണെങ്കിൽ അടിപൊളിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അതും എല്ലാവർക്കും ലവ് യു, ബൈ.